HSC പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായും കാണണം. എന്തുകൊണ്ടെന്നാൽ 3 മിനിറ്റേ ഉള്ളൂ. എന്തുകൊണ്ടെന്നാൽ HSA പ്രത്യേകിച്ചും അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് PSCക്ക് വേണ്ടി പഠിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ഞാൻ ഈ പറയുന്നത് നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്സ് എന്നീ വിഷയങ്ങൾക്ക് വളരെയധികം ആപ്ലിക്കബിൾ ആണ്. പലപ്പോഴും സംഭവിക്കുന്നത് PSCയുടെ പരീക്ഷ പാർട്ട് B മലയാളത്തിലായിരിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പഠനത്തിൻ്റെ ക്വാളിറ്റി അമ്പേ മറന്നുകൊണ്ട് സബ്ജക്റ്റ് എത്ര ആഴത്തിൽ പോകണം എന്നുള്ളതിനെ പറ്റി ഒട്ടും ചിന്തിക്കാതെ മലയാളത്തിൽ മാത്രം ക്ലാസ് കിട്ടിയാൽ മതി, മലയാളത്തിലെ ക്ലാസ്സുകൾ മാത്രമേ അറ്റൻഡ് ചെയ്യൂ, മലയാളത്തിലെ പുസ്തകങ്ങളെ വായിക്കൂ എന്നുള്ള ധാരണയിൽ പലരും മുന്നോട്ട് പോകുന്നുണ്ട്. ഇത് അപകടകരമാണ്. PSC ഒരിക്കലും അറിവില്ലാത്ത ആൾക്കാർക്ക് മലയാളം അറിയോ എന്ന് പരിശോധിക്കാൻ വേണ്ടി HSA നാച്ചുറൽ സയൻസിൻ്റെയോ ഫിസിക്കൽ സയൻസിൻ്റെയോ അല്ലെങ്കിൽ മാത്സിൻ്റെയോ പരീക്ഷ നടത്തുന്നില്ല. പകരം എന്താ വെച്ചാൽ മാത്സ് അറിയുമോ എന്ന് അവർ നോക്കുന്നത് മീഡിയം എന്താണ്, മലയാളമാണെന്നേ ഉള്ളൂ. അപ്പോൾ മാത്സ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതായാലും മാത്സ്, ഫിസിക്കൽ സയൻസിലെ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ നാച്ചുറൽ സയൻസിലെ ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിൽ നല്ല അറിവുണ്ടോ എന്നൊരാൾക്ക് പരിശോധിക്കുവാനുള്ള ഭാഷയായി മാത്രമാണ് മലയാളം വരുന്നത്. അല്ലാതെ മലയാളം അറിയുമോ എന്നല്ല പരിശോധിക്കുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രയോറിറ്റി എന്തായിരിക്കണം? ഏറ്റവും കൂടുതൽ അറിവ്, ഏറ്റവും ആഴത്തിലുള്ള അറിവ് ആ സബ്ജക്റ്റ് പിടിച്ചെടുക്കാൻ സാധിക്കണം. അത് ഏറ്റവും അറിവുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് തന്നെ അത് പഠിച്ചെടുക്കണം. അല്ലാതെ മലയാളത്തിൽ മാത്രം ഇത് പറയാൻ അറിയാമെന്നുള്ള ഒറ്റ ക്വാളിറ്റി കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന അതിൻ്റെ പിന്നാലെ പോകരുത്. ശ്രദ്ധിക്കേണ്ടത് മലയാളത്തിലാണ് ഈ എല്ലാ പാർട്ട് ബിയിലെ ചോദ്യങ്ങളെല്ലാം വരിക എന്നുള്ളത് അറിഞ്ഞുകൊണ്ടിരിക്കുക. കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പ് തവണയും ഒക്കെ PSC സിലബസ് ഇട്ടിരിക്കുന്നത് ഇംഗ്ലീഷിൽ തന്നെയാണല്ലോ. സിലബസ് പോലും പൂർണ്ണമായും മലയാളീകരിക്കാൻ സാധ്യമല്ലാത്ത രീതിയിലാണ് ഉള്ളത്. പലതിനും അതേ ടേം തന്നെ മലയാളത്തിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ഇനി അല്ലാത്ത പക്ഷം ചോദ്യങ്ങളിലൊക്കെ തന്നെ PSC ബ്രാക്കറ്റിൽ എന്ത് ചെയ്യാറുണ്ട്? ഈക്വലൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ടേം കൊടുക്കാറുണ്ട്. കാരണം PSCയും ആഗ്രഹിക്കുന്നത് മലയാളം അറിയാത്തതുകൊണ്ട് ഒരാൾ പിന്തള്ളപ്പെടണമെന്നല്ല, മറിച്ച് നമ്മളുടെ സബ്ജക്റ്റ് നോളേജ് ഉള്ള ഒരാൾ തീർച്ചയായിട്ടും ജയിച്ചു പോരണം. മലയാളം അറിയുന്ന കുട്ടികൾ മുന്നിലിരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള മലയാളം ഉണ്ടാകണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശത്തിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ട മെത്തേഡാണ് PSC ഉപയോഗിക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കിയാൽ ഞാൻ പറയുന്നത് വ്യക്തം ആവുന്നതാണ്. എന്നാലും ഇപ്പോൾ എന്താ വെച്ചാൽ പലരും യൂട്യൂബിലും മറ്റും ഇങ്ങനെ പറഞ്ഞ് മലയാളത്തിൽ തന്നെ പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയത് കൊണ്ട് പലപ്പോഴും ക്വാളിറ്റിയുള്ള ആൾക്കാർ ക്വാളിറ്റിയൊക്കെ വലിച്ചെറിഞ്ഞ് മലയാളത്തിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇനി ഞാൻ തുല്യമായി എന്തുകൊണ്ട് ഞാനിത് പറയുന്നത് ലോജിക് കൂടി പറയാം. UPSC പരീക്ഷ, അതായത് സിവിൽ സർവീസ് പരീക്ഷ നമുക്ക് മലയാളത്തിൽ എഴുതാമെന്നുള്ള ഒരു ക്ലോസ് ഉണ്ട്. നമുക്ക് ഏത് ഭാഷയിൽ എഴുതാമല്ലോ. അപ്പോൾ മലയാളത്തിൽ എഴുതാൻ തീരുമാനിച്ച ആൾക്കാർക്കും അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിൽ ഒന്ന് സബ്ജക്റ്റ് വിഷയങ്ങളിൽ, അതായത് സബ്ജക്റ്റുകളിൽ മലയാളം ഉപയോഗിക്കുമ്പോൾ ബ്രാക്കറ്റിൽ സമാന ഇംഗ്ലീഷ് പദങ്ങൾ എഴുതിയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലേ ഇവാലുവേഷൻ നടക്കുമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എന്താ അതിൽ മനസ്സിലാക്കേണ്ടത്? ഈ ലോജിക്ക് നമ്മൾ PSCയിൽ അപ്ലൈ ചെയ്യേണ്ടേ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഓക്കെ, മറന്നു പോകരുത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.